ഒരമ്മയാകാൻ വേണ്ടി സ്ത്രീകൾ സാധാരണ നടത്തുന്ന തയ്യാറെടുപ്പുകൾക്ക് കയ്യും കണക്കുമില്ല. ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം മുതൽ ഓമന കുഞ്ഞിനായുള്ള കാത്തിരിപ്പ് തുടങ്ങുകയായി. ആശുപത്രി സന്ദർശനവും സ്കാനിങ്ങും, കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള പ്രത്യേക ഭക്ഷണക്രമങ്ങളും വ്യായാമവും ഒക്കെയായി സംഭവ ബഹുലമാണ് പലപ്പോഴും ഗർഭകാലമെന്നത്. എന്നാൽ ഇതൊന്നും അറിയാതെ പ്രസവത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം താൻ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ ക്ലെയർ വൈസ്മാൻ എന്ന യുവതിയുടെ കഥയാണ് ഇപ്പോൾ രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം വാർത്തയായിരിക്കുന്നത്. 2 വർഷം മുൻപ് പെട്ടെന്നൊരു ദിവസമാണ് ക്ലെയർ തന്റെ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നത്. പ്രസവത്തെക്കുറിച്ച് യാതൊരു മുന്നറിയിപ്പും ക്ലെയറിന്റെ ശരീരം നൽകിയിരുന്നില്ല. എല്ലാ മാസവും ആർത്തവവും ഉണ്ടായിരുന്നു. വയർ വലുതായില്ല. ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിച്ചിരുന്ന ക്ലെയർ കാമുകൻ ബെൻ ഹണിയുമായി ലൈംഗിക ബന്ധവും പുലർത്തിയിരുന്നു. ഇക്കാലഘട്ടങ്ങളിൽ ക്ലെയർ എടുത്ത ഫോട്ടോകളിലും ഗർഭത്തിന്റെ യാതൊരു ലക്ഷണവും കണ്ടിരുന്നില്ല. തന്റെ 25ാം ജന്മദിനം സുഹൃത്തുക്കളോടും കുടുംബത്തിനോടുമൊപ്പം ആഘോഷിച്ച് 4ാം പക്കമാണ് ക്ലെയറിന് വയറുവേദന തുടങ്ങിയത്. മൂത്തമകൾ മില്ലിയെ അവളുടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരേണ്ടതിനാൽ പാരസെറ്റമോൾ കഴിച്ച് ക്ലെയർ അവിടേക്ക് പോയി. തിരികെ എത്തിയ മില്ലിയെ ഉറക്കിയപ്പോഴേക്കും വേദന കടുത്തതായി. ആർത്തവത്തിന്റെ വേദനയാണെന്നാണ് ക്ലെയർ ആദ്യം കരുതിയത്. പക്ഷേ വേദന കൂടിയപ്പോൾ ക്ലെയറിന് ഭയമായി. ഉടനെ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. അമ്മയെത്തി ആംബുലൻസ് വിളിക്കുകയും ചെയ്തു. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് അടുക്കളയിലെ നിലത്ത് കുഷ്യനുകൾക്ക് മുകളിൽ ക്ലെയർ കിടന്നു. ഇത് ഗർഭവേദനയാണെന്ന് തിരിച്ചറിഞ്ഞ ആൻജി ക്ലെയറിനോട് ശക്തമായി പുഷ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഏതാനും മിനിറ്റുകൾക്കകം 3.5 കിലോ ഭാരമുള്ള ഒരു ചോരക്കുഞ്ഞ് പുറത്തു വന്നു. അപ്പോഴേക്കും പാരാമെഡിക്കൽ സ്റ്റാഫ് എത്തി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിനെ മുലയൂട്ടാൻ ആശുപത്രി ജീവനക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ക്ലെയർ നിരസിക്കുകയായിരുന്നു. അത് തന്റെ കുഞ്ഞാണെന്ന് ക്ലെയറിന് വിശ്വസിക്കാനാകുന്നില്ലായിരുന്നു. ആശുപത്രിയിൽ എത്തിയിട്ടും ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ക്ലെയറിന് സമയമെടുത്തു. എന്നാൽ 12 മണിക്കൂറിന് ശേഷം നവജാത ശിശുവിനെ വീണ്ടും കണ്ടതോടെ ക്ലെയറിലെ അമ്മ ഉണരുകയായിരുന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് അവിടേക്ക് കാമുകനുമെത്തി. ഫിൻലെ എന്ന് പേരിട്ട കുട്ടിക്ക് ഇന്ന് 2 വയസ്സുണ്ട്. അറിയാതെ വന്ന ഗർഭമായിട്ടും കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിപ്റ്റിക് പ്രഗ്നൻസി അഥവാ രഹസ്യഗർഭം എന്നാണ് ഇത്തരം പ്രസവങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. സാധാരണ ഗർഭിണികൾക്കുണ്ടാകുന്ന മോർണിംഗ് സിക്നസോ ഛർദിയോ തലചുറ്റലോ ഒന്നും ഇത്തരം ഗർഭങ്ങൾക്കുണ്ടാകാറില്ല. സാധാരണ ഗർഭധാരണം ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനകളിലും ഇത് വെളിപ്പെട്ടെന്ന് വരില്ല. ക്രിപ്റ്റിക് പ്രസവത്തിൽ കുറഞ്ഞ തോതിൽ മാത്രമേ ഗർഭകാലത്തെ ഹോർമോണുകൾ ശരീരം ഉൽപ്പാദിപ്പിക്കാറുള്ളൂ. 475 ഗർഭങ്ങളിൽ 1 ക്രിപ്റ്റിക് ഗർഭമാണെന്നും ഗർഭം സംബന്ധിച്ച് 20 ആഴ്ചയ്ക്ക് ശേഷമേ ഗർഭിണി അറിയൂ എന്നും ഇത് സംബന്ധിച്ച പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ചിലർ പ്രസവത്തിന് തൊട്ടു മുൻപ് മാത്രമാകും ഇത് അറിയുക.